ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ പിന്നെയും ആന്റോണിയോ ലോപ്പസ് അബ്ബാസ് വീണ്ടും മോഹൻ ബഗാന്റെ പരിശീലകനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ യുവാൻ ഫെറാൻഡോയുടെ കസാര തെറിച്ചിരിക്കുകയാണ്. യുവാൻ ഫെറാൻഡോയെ അങ്ങനെ മോഹൻ ബഗാൻ സാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങൾ അവർക്ക് വിജയം ഉണ്ടായിട്ടില്ല, തോറ്റുപോയി. അതുകൊണ്ട് തന്നെ അവരെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ മോഹൻ ബഗാന്റെ കാര്യമല്ലാത്ത കഷ്ടമാണെന്ന് തന്നെ പറയാം. 3 മത്സരം തോറ്റപ്പോഴും പുറത്താക്കിയിട്ടുണ്ട്. അതുവരെ വിന്നിങ് സ്ട്രീക്കിലൊക്കെ പോയെന്ന് കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി ഡുറണ്ട് കപ്പ്, അതുപോലെ തന്നെ ISL ട്രോഫി, ഈ 2 ട്രോഫിയൊക്കെ നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകനാണ്. ഇപ്പോൾ ഒരു 3 മത്സരം തോറ്റപ്പോൾ അതും പരിക്കിനെ തുടർന്ന് അങ്ങനെ തോൽവിയിലേക്ക് പോയപ്പോഴത്തേക്ക് മോഹൻ ബഗാൻ അത് പുറത്താക്കിയിട്ടുണ്ട്. അബ്ബാസിനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആന്റോണിയോ ലോപ്പസ് അബ്ബാസിനെ എല്ലാ ISL പ്രേമികൾക്ക് അറിയാവുന്നതാണ്. 4ാം സീസണിലായിട്ട് ISL പരിശീലിപ്പിച്ചിട്ടുണ്ട്. ATKനെ ആദ്യം പരിശീലിപ്പിച്ചു, പിന്നെ ആദ്യം അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത ആകുമ്പോൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ATKനെ അങ്ങനെ ഒരു കപ്പ് അവിടെ നിന്ന് നേടിക്കൊടുത്തു. പിന്നെ ATK മോഹൻ ബഗാൻ അതിന് ശേഷം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കപ്പുകളും നേടിക്കൊടുത്തിട്ടുണ്ട്. 2 ISL ട്രോഫി നേടിയിട്ടുള്ള പരിശീലകനാണ്. അപ്പോൾ ATK മോഹൻ ബഗാനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഫോം ഒന്ന് ഇതേപോലെ 2-3 മത്സരത്തെ അടുപ്പിച്ച് തോറ്റപ്പോൾ 2 മത്സരത്തെ അടുപ്പിച്ച് തോറ്റപ്പോൾ പുറത്താക്കിയതായിരുന്നു അബ്ബാസിനെ. അങ്ങനെയാണ് FC ഗോവയിൽ നിന്ന് ആദ്യ സീസണിൽ വെച്ചിട്ട് FC ഗോവയിൽ നിന്നും വലിയ വില കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത് യുവാൻ ഫെറാൻഡോയെ. ഇപ്പോൾ യുവാൻ ഫെറാൻഡോ അതേപോലെ തന്നെ 3 മത്സരം അടുപ്പിച്ച് തോറ്റപ്പോൾ ഇതാ പുറത്താക്കിയിട്ട് വീണ്ടും അബ്ബാസിനെ കൊണ്ടുവന്നിരിക്കുകയാണ് മോഹൻ ബഗാൻ. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എങ്ങനെയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ സൂപ്പർ കപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസമുള്ളും സൂപ്പർ കപ്പ് 10-ാം തീയതിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമൊക്കെ വരുന്നത്. ഷിലോൺ ലജോങ് ആണ് ഫസ്റ്റ് എതിരാളികളൊക്കെ. അപ്പോൾ സൂപ്പർ കപ്പ് മത്സരങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോ പിന്നെ ചെയ്യുക. അപ്പോൾ സൂപ്പർ കപ്പിൻ്റെ ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇതിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ജിയോ സിനിമയിൽ കലിംഗ സൂപ്പർ കപ്പിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ജിയോ സിനിമയിലൂടെ നിങ്ങൾക്ക് സൂപ്പർ കപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ അത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാതെ വരേക്കും ബൈ.